നമസ്കാരം. ഇസ്രായേൽ എന്ന രാജ്യം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ തന്നെ വെല്ലുവിളികളുടെ നടുവിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. 4 പാടും ശത്രുക്കൾ, അതിനിടയിലും വലിയ വളർച്ച നേടിയ ഒരു രാജ്യം. ഹമാസും ഹൂത്തിയുമുതലും ഹിസ്ബുള്ളയും എല്ലാം വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ആർക്കുമെല്ലാം കീഴടങ്ങാത്ത അതിശക്തമായ രാജ്യം. ലോകത്തെ ഏറ്റവും ശക്തമായ ചാര സംവിധാനമുള്ള, അതായത് മൊസാദ് എന്ന അതിപ്രശസ്തമായ ചാരസംഘടന സ്വന്തമായുള്ള രാജ്യം. എന്നിട്ടും പലപ്പോഴും ഇസ്രായേലിനെ കടത്തിവെട്ടിക്കൊണ്ട് തീവ്രവാദികൾ അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 സംഭവിച്ചത് അതാണ്, ഹമാസ് തീവ്രവാദികളുടെ ആക്രമണം. ഈ ഒരു ആക്രമണ പരമ്പരയിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ടെൽ അവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് നേരെ ഹൂത്തി മുതൽ നടത്തിയ മിസൈൽ ആക്രമണം. അതിശക്തമായ മിസൈൽ ആക്രമണമായിരുന്നു ഇത്. വിമാനത്താവളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിലേക്കാണ് ഈ മിസൈൽ വന്ന് പതിച്ചത്. ഏതായാലും വിമാനത്താവളത്തിനകത്ത് ഇത് പതിച്ചില്ല എന്നുള്ളതുകൊണ്ടും വിമാനങ്ങൾ ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നേരെയും ഇത് ആക്രമണം നടന്നില്ല എന്നുള്ളതൊക്കെ തന്നെ ഭാഗ്യമെന്ന് കരുതാം. ഏതായാലും ഇത് ഇസ്രായേലിൻ്റെ വലിയ തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ പ്രത്യാക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അതിശക്തമായ തോതിൽ 20 പോർ വിമാനങ്ങളാണ് യമനിലേക്ക് പുറപ്പെട്ടത്. യമൻ നമുക്കറിയാം ഹൂത്തിയുടെ ശക്തി കേന്ദ്രമാണ്. അവിടേക്ക് 2000 കിലോമീറ്റർ ദൂരമുണ്ട് ഇസ്രായേലിൽ നിന്ന്. 2000 കിലോമീറ്റർ താണ്ടി അവിടെ എത്തിയ വിമാനങ്ങൾ അവിടെ ആകെ ഒരു സംഹാര താണ്ഡവം തന്നെയാണ് നടത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ഹുദൈദ എന്ന മേഖലയിലുള്ള ഇവരുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു ബോംബിട്ട് തകർത്തു. ഇസ്രായേലിൻ്റെ പോർവിമാനങ്ങൾ യമനിലെ ഹുദൈദ തുറമുഖം മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ഇതുവഴിയാണ് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങളും മറ്റും യമനിലേക്ക് എത്തുന്നത്. തുടർന്ന് ഇസ്രായേൽ സൈന്യം തകർത്തത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കോൺക്രീറ്റ് ഫാക്ടറി ആയിരുന്നു. കോൺക്രീറ്റ് ഫാക്ടറി തകർത്തതുകൊണ്ട് എന്ത് കാര്യം എന്ന് നമുക്ക് സംശയം തോന്നാമെങ്കിലും ഈ കോൺക്രീറ്റ് ഫാക്ടറിയും ഹൂത്തി മുതലും തമ്മിലൊരു ബന്ധമുണ്ട്. ഹൂത്തി മുതലാണ് ഈ കോൺക്രീറ്റ് ഫാക്ടറി നടത്തുന്നത്. ലോകത്ത് എല്ലായിടത്തുമുള്ള തീവ്രവാദ സംഘടനകൾക്ക് ആവശ്യമായ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നത് ഈ കോൺക്രീറ്റ് കമ്പനിയാണ്. അതായത് ഭൂഗർഭ തുരങ്കങ്ങൾ, തീവ്രവാദികൾ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം നിർമ്മിക്കുന്ന തുരങ്കങ്ങളുടെയൊക്കെ പിന്നിൽ ഈ ഒരു കോൺക്രീറ്റ് നിർമ്മാണ കമ്പനിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഈ കോൺക്രീറ്റ് കമ്പനി കൂടി ഇല്ലാതാകുന്നതോടെ ഹൂത്തി മുതർക്ക് അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സാണ് ഇല്ലാതാകുന്നത്. തീവ്രവാദ സംഘടനകൾക്ക് വലിയ വിലയ്ക്കാണ് അവർ ഇതെല്ലാം തന്നെ വിൽക്കുമായിരുന്നത്. ഏതായാലും ഇനി അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഹൂത്തി മുതർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അവിടുത്തെ സൈനിക മേധാവികളും ഉൾപ്പെടെയുള്ളവർ ഇസ്രായേൽ വ്യോമസേനയുടെ ഭൂമിക്കടിയിലുള്ള അവരുടെ കൺട്രോൾ റൂമിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. 2000 കിലോമീറ്റർ പിന്നിട്ട് ചെന്ന ഈ പോർവിമാനങ്ങൾ അവിടെ ആക്രമണം നടത്തി അവരുടെ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം സുരക്ഷിതമായി തന്നെ എല്ലാ വിമാനങ്ങളും തിരികെ എത്തിയിരുന്നു. വിമാനങ്ങൾ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളും നേരത്തെ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങൾക്ക് നേരെ ഉയരുന്ന എല്ലാ കൈകളും തങ്ങൾ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവായി മാറുകയാണ്. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവർക്ക് അന്ന് തടയാൻ കഴിയാത്തതുപോലെ തന്നെയാണ് ഇക്കുറി ഈ മിസൈലുകളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലെ വിമാനത്താവളത്തിലേക്ക് പാഞ്ഞു കയറിയത്. ഇതിൽ ഇസ്രായേലുണ്ടായ നഷ്ടം അവർ മണിക്കൂറുകൾക്കകം തന്നെ നികത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചും അവിടുത്തെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഇത് വലിയൊരു നേട്ടമാണ്. കാരണം തങ്ങളെ ആക്രമിക്കാൻ ആര് വന്നാലും അവരെ നേരിടും എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനമായി മാറുകയാണ് ഈ ആക്രമണം. കൂടാതെ നേരത്തെ അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങളിനി ഹൂത്തി മുതലുകാരെ നോക്കിക്കൊള്ളാം, നിങ്ങൾ ഹിസ്ബുള്ളയും ഹമാസിനെ മാത്രം നേരിട്ടാൽ മതി എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നാളുകളായി ഇസ്രായേൽ ഇവരെ ആക്രമിക്കുന്നുണ്ടായിരുന്നില്ല. അമേരിക്കൻ സൈന്യമായിരുന്നു ഹൂത്തി മുതൽ ആക്രമിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ ആ ഒരു തീരുമാനം മാറ്റി ഇസ്രായേൽ തന്നെ നേരിട്ട് ആക്രമിച്ചിരിക്കുകയാണ്. അമേരിക്കയുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷം മാത്രമാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതേസമയം ഇതൊരു സംയുക്ത ആക്രമണമല്ല, അതായത് അമേരിക്ക ഇസ്രായേൽ നടത്തിയ ഒരു സംയുക്ത ആക്രമണമല്ല എന്ന കാര്യവും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേലിനെ നേരിടാൻ ആര് ശ്രമിച്ചാലും അവരെ എവിടെ ചെന്ന് വിളിച്ചാലും പരാജയപ്പെടുത്തും എന്നുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം.